ഹലോ! ഉപ്പും മുളകും പ്രേക്ഷകർ ഭയങ്കര നിരാശയോടുകൂടി കടന്നുപോകുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ അല്ലെ? സിദ്ധാർത്ഥ പ്രഭു മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച ഒരാള് മരിച്ചുപോയി എന്ന വാർത്ത നമ്മൾ 2 ദിവസം മുന്നേ അറിഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് 100% ഉറപ്പായി. ഇനി നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു, സിദ്ധു ഉപ്പും മുളകിലേക്ക് ഇനി ഇല്ല എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയും നമ്മുടെ പാറുക്കുട്ടിയുടെ ഒരു കുഞ്ഞു സ്റ്റോറി ആയിരുന്നു. അതില് നമ്മുടെ ലച്ചുവും കൂടെ ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥും ഉണ്ടായിരുന്നില്ല, സിദ്ധുവും ഉണ്ടായിരുന്നില്ല, ലച്ചുവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സിദ്ധു, ലച്ചു ഒരു മാജിക്കൽ പെയർ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാട്ടോ കൂട്ടുകാരെ. ഇനി നമ്മുടെ ഉപ്പും മുളകിന്റെ അവസ്ഥ എന്തായി തീരും? ഉപ്പുമുളക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ഇടേണ്ടി വരുമോ? എന്നിട്ട് പുതിയ സീസണായിട്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പിള്ളേരുടെ കഥ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ തന്നെയാട്ടോ. എന്നിരുന്നാൽ കൂടിയും ഇനി ഉപ്പുമുളകിനൊരു ബ്രേക്ക് ഇട്ട പുതിയ സീസൺ തുടങ്ങുകയാണെങ്കിൽ അതിൽ നമ്മുടെ സിദ്ധുവായിട്ട് പുതിയൊരാളെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ആ ഡെയിൻ തന്നെ തിരികെ വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും പ്രേക്ഷകർക്ക് അല്ലേ? ഡെയിൻ നമ്മുടെ സിദ്ധുവായിട്ട് ഡെയിനെ കാത്തു നിൽക്കുമ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു കയറി വന്നത്. അപ്പൊ സിദ്ധാർത്ഥ് പ്രഭുവിന് ഇങ്ങനെ എന്താ പറയാ അവിചാരിതമായിട്ട് ഇതിൽ നിന്നും പോകേണ്ടി വന്നു. ജയിലിലാണിപ്പോൾ, ഒരു സംശയവുമില്ല. പിന്നീട് നമുക്കിനി അടുത്തതായിട്ട് ആര് സിദ്ധുവായിട്ട് വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ഡെയിൻ വന്നാൽ അടിപൊളിയായിരിക്കും. അല്ലെ പ്രേക്ഷകരെ? ഡെയിനും നമ്മുടെ ലച്ചുവും കൂടിയുള്ള ആ ഒരു കോംബോ കാണാൻ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും അങ്ങനെ പുതിയതായിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ഉപ്പുമുളകും ടീമിന്റെ ശ്രമമെങ്കിൽ അത് ഡെയിൻ ആണെങ്കിൽ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷം തന്നെയായിരിക്കും. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹം? നമ്മുടെ ഇനി സിദ്ധാർത്ഥ് പ്രഭു ഒരിക്കലും വരത്തില്ല എന്ന് നമുക്കറിയാം. അപ്പൊ പകരം നമ്മുടെ ഡെയിൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ ലച്ചുവിന് ആ ഒരു പെയറായിട്ട് എന്താ പറയാ ഒത്തുപോകുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.